കാനഡയിൽ ജോലി ചെയ്യുന്ന ശമ്പളം കുറഞ്ഞ വിദേശ തൊഴിലാളികളുടെ കുടിയേറ്റത്തെ തകർക്കാൻ മുന്നിട്ടിറങ്ങി കനേഡിയൻ ഇമിഗ്രേഷൻ മന്ത്രി മാർക്ക് മില്ലർ. വിദേശ തൊഴിലാളികളുടെ പരിധിയില്ലാത്ത കുടിയേറ്റം കാരണം വിസ സംബന്ധിച്ച കാര്യങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതുപോലെ തന്നെ ഇനി ശമ്പളം കുറഞ്ഞ വിദേശീയരുടെ കടന്നുവരവ് ഇല്ലാതാക്കി കനേഡിയൻ പൗരത്വമുള്ള തൊഴിലാളികളുടെ വേതനം ഉയർത്താനാണ് മില്ലർ ഇത്തരത്തിലൊരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്നലെ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഈ കാര്യം വ്യക്തമാക്കിയത്. അതായത് ശമ്പളം കുറഞ്ഞ വിദേശ തൊഴിലാളികളുടെ പരിധിയില്ലാത്ത വിതരണത്തിന്റെ യുഗം അവസാനിച്ചുവെന്നും കൂടുതൽ കനേഡിയൻ തൊഴിലാളികളെ ആകർഷിക്കാൻ തൊഴിലുടമകൾക്ക് ഉയർന്ന വേതനം നൽകേണ്ടി വരുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഗ്രേറ്റർ വാൻകൂവർ ബോർഡ് ഓഫ് ട്രേഡിനെ അഭിസംബോധന ചെയ്ത ശേഷം മാധ്യമപ്രവർത്തകരോടാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. കൂടാതെ കാനഡയിൽ നിന്ന് പുറത്തു പോകാത്ത ക്രമരഹിതമായ കുടിയേറ്റക്കാരെ തടയാൻ ഫെഡറൽ ഗവൺമെന്റ് എൻഫോഴ്സ്മെന്റ് ഉറവിടങ്ങൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നതായും ചില സൂചനകളും അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതേസമയം ചൂഷണപരമായ സാഹചര്യങ്ങൾ നിലവിൽ കാനഡയിലുണ്ടെന്നും ഞങ്ങൾ അവയെ തകർക്കേണ്ടതുണ്ടെന്നും അതിൽ പെടുന്നതാണ് കനേഡിയൻ തൊഴിലാളികളുടെ ജോലി സ്വാതന്ത്ര്യവും ശരിയായ വേതനം ലഭിക്കുന്നതെന്നും മില്ലർ പറഞ്ഞു. അതേസമയം കൃഷി, ഭക്ഷ്യ സംസ്കരണം തുടങ്ങിയ ചില കുറഞ്ഞ വേതന മേഖലകൾ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. വിദേശ തൊഴിലാളികളുടെ പരിധിയില്ലാത്ത കുടിയേറ്റ യുഗം അവസാനിപ്പിച്ചുവെന്നത് നല്ല കാര്യമാണെന്നാണ് തന്റെ അഭിപ്രായമെന്നും അത്തരത്തിലൊരു മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരുമ്പോൾ ഈ വർഷവും അടുത്ത വർഷവും പ്രക്ഷുബ്ധ നിറഞ്ഞതായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ കാനഡ ഈ വർഷം മിക്ക മേഖലകളിലും കുറഞ്ഞ വേതനമുള്ള താൽക്കാലിക വിദേശ തൊഴിലാളികളുടെ എണ്ണം പരിമിതപ്പെടുത്തുകയും തൊഴിലുടമകളുടെ വില കുറഞ്ഞ വിദേശ തൊഴിലാളികളെ ആശ്രയിക്കുന്നത് അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിൽ അവരുടെ മിനിമം വേതനം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ടൊറന്റോ ഏരിയ ബർഗർ കിങ്ങിലെ ജോലി ലിസ്റ്റിംഗ് കാനഡക്കാർക്ക് ഉയർന്ന ശമ്പളം നൽകുന്നത് ഒഴിവാക്കാൻ താൽക്കാലിക വിദേശ തൊഴിലാളി പ്രോഗ്രാം ഉപയോഗിക്കുന്നുണ്ടോ എന്നത് അന്വേഷിക്കാൻ കാനഡ നിരീക്ഷകരെയും വിദഗ്ധരെയും ചുമതലപ്പെടുത്തിയിരുന്നു. നിർവഹണം വർദ്ധിപ്പിക്കുന്നതിന് കാനഡ എന്ത് നടപടികളാണ് സ്വീകരിക്കേണ്ടതെന്ന് ഒട്ടാവ എപ്പോഴും നോക്കുന്നുണ്ടെന്നും മില്ലർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കൂടാതെ നിയമവിരുദ്ധമായി താമസിക്കാൻ തിരഞ്ഞെടുക്കുന്ന താൽക്കാലിക വിസയുടെയും വർക്ക് പെർമിറ്റ് ഉടമകളുടെയും റെക്കോർഡ് അളവിലുള്ള നീക്കം ചെയ്യലാണ് ഇപ്പോൾ നടത്തുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ നടപടിക്രമങ്ങൾക്ക് ശേഷം പുറത്തു പോകാൻ ആഗ്രഹിക്കാത്ത വിദേശീയരെ യഥാർത്ഥത്തിൽ പറഞ്ഞുവിടാൻ തീരുമാനിക്കുന്നതായും അത് ഉറപ്പാക്കാൻ കാനഡ ഉപയോഗിക്കുന്ന എൻഫോഴ്സ്മെന്റ് മെക്കാനിസങ്ങൾ പരിശോധിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂട്ട നാടുകടത്തുമെന്ന് പ്രതിജ്ഞ ചെയ്ത യുഎസിൽ നിന്ന് കാനഡയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ വർധനവ് പ്രതീക്ഷിച്ച് US കാനഡ അതിർത്തിയിൽ കുടിയേറ്റക്കാരുടെ വിവരങ്ങൾ ചേർക്കാനുള്ള പദ്ധതിയിൽ പ്രതിപക്ഷ പാർട്ടികളും പ്രവിശ്യകളും സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. കൂടാതെ കാനഡയുടെ അതിർത്തികൾ സുരക്ഷിതമാണെന്നും അവ സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ ഞങ്ങളുടെ പക്കലുണ്ടെന്നും സർക്കാർ അത് ഉറപ്പാക്കുമെന്നും ഉപപ്രധാനമന്ത്രി ക്രിസ്റ്റ്യ ഫ്രീലാൻഡ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. 2019 മുതൽ 2020 വരെ CBSA 11,444 നീക്കം ചെയ്തതായി സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. ഇത് മുൻ 5 വർഷങ്ങളിലെ ഏറ്റവും ഉയർന്ന സംഖ്യയാണ്. ഗ്ലോബൽ ന്യൂസ് ഏജൻസിയോട് അതിന്റെ നിലവിലെ നീക്കം ചെയ്യൽ നമ്പറുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഈ വർഷം ആദ്യം പാർലമെന്റിൽ അവതരിപ്പിച്ച CBSA കണക്കുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ 8 വർഷത്തിനിടെ നാടുകടത്തൽ കത്തുകൾ ലഭിച്ച ഭൂരിഭാഗം ആളുകളും കാനഡയിൽ തന്നെ തുടരുന്നുവെന്നതാണ്. കൂടാതെ ഇതിൽ നിയമം നടപ്പാക്കലിന്റെ അഭാവവും സൂചിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം മില്ലറും പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും അടുത്ത വർഷത്തോടെ രാജ്യത്ത് പുതിയ സ്ഥിര താമസക്കാരുടെ എണ്ണം 21% വെട്ടിക്കുറയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ താൽക്കാലികമായി കുറയ്ക്കുന്നതിലൂടെ ജനസംഖ്യാ വളർച്ച 2 വർഷത്തേക്ക് ഫലപ്രദമായി താൽക്കാലികമായി നിർത്താൻ ആവശ്യമായ പദ്ധതികളും അവർ ആവിഷ്കരിച്ചിരുന്നു. കൂടാതെ താൽക്കാലിക പെർമിറ്റുള്ള പലർക്കും പിന്നീട് സ്ഥിരം താമസം ക്ലെയിം ചെയ്യാമെന്നും അന്ന് അറിയിച്ചിരുന്നു. മിക്ക താൽക്കാലിക വിസ ഉടമകളും അവരുടെ വിസ കാലഹരണപ്പെട്ടതിന് ശേഷം പോകുമ്പോൾ താമസിക്കുന്നവർ നിയമം ലംഘിക്കുകയാണെന്നും സർക്കാർ അത് വ്യക്തമാക്കേണ്ടതുണ്ടെന്നുമായിരുന്നു മില്ലറിന്റെ നിലപാട്. കൂടാതെ ആളുകൾക്ക് ഒടുവിൽ പോകേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് അദ്ദേഹം ഇന്നലത്തെ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്.